ഹായ് ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അങ്ങനെ ഏതാണ്ട് 2 വർഷത്തോളമായി ഞാൻ വർക്ക് ചെയ്തിട്ട്. അപ്പോൾ ഈ 2 വർഷത്തെ ലീവ് കഴിഞ്ഞിട്ട് ജോബിന് കയറാൻ പോവുകയാണ്. അതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനു വേണ്ടി നമ്മൾ സാഗ്രബ് സെൻറ്റർ വരെ ഒന്ന് പോവുകയാണ്. അപ്പോൾ ഞാൻ കുറേ നാൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഹൈജീൻ സ്കീം മിനിമം, അതായത് സാനിറ്ററി ബുക്ക് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം ഫുഡ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഉള്ളത്. ആൻഡ് എവറി ഇയർ നമ്മളിത് റിന്യൂ ചെയ്യണം. എല്ലാ വർഷവും നമ്മൾ സ്റ്റൂളിൻ്റെ സാമ്പിളുമായിട്ട് എവിടെയാണോ നമുക്ക് പോകേണ്ടത് അവിടെ കൊണ്ടുപോയി ടെസ്റ്റിന് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡോക്ടറിൻ്റെ ചെറിയൊരു ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ കൊടുക്കുന്ന സാമ്പിൾ അവർ 7 ദിവസമാണ് ടെസ്റ്റ് ചെയ്യുക. സോ അത് കഴിഞ്ഞാൽ നമുക്ക് പോയി റിസൾട്ട് നമ്മുടെ ബുക്ക് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. ആൻഡ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബുക്ക് എപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുന്ന ഓഫീസിലാണ് ഉണ്ടാവുക. നമ്മുടെ കയ്യിൽ നമ്മൾ എന്നാണോ ജോബ് റിസൈൻ ചെയ്യുന്നത് അപ്പം മാത്രമേ തരുള്ളൂ, അല്ലെങ്കിൽ ഇതുപോലെ റിന്യൂവലിൻ്റെ ടൈമിൽ മാത്രം. സോ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ട്രാം കയറിയിട്ട് നമ്മുടെ സവസ്ക ലൈനിലേക്ക് പോവുകയാണ്. സവസ്കി ഹോസ്റ്റലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫസ്റ്റ് ടൈം വന്നപ്പം നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയാം, ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മേത്താമാത്തയിലാണ് വന്നത്. അപ്പോൾ മേത്താമാത്ത കമ്പനി അവിടെയാണല്ലോ. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ വന്ന ടൈമിൽ നമ്മൾ കറങ്ങുന്ന ഒരു സ്ഥലമായിരുന്നു. സോ ഒരു നൊസ്റ്റാൾജിയാണ് ഇങ്ങോട്ട് വരുമ്പോൾ. കാര്യം ഇപ്പം നമ്മൾ ഇവിടുന്ന് ഒരുപാട് ദൂരെയാണ് താമസിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ട്രാമിൻ്റെയും ബസ്സിൻ്റെയൊക്കെ ടിക്കറ്റായിട്ട് വരുന്നത് കേട്ടോ. ഇത് നമ്മൾ ട്രാമിൻ്റെ ബാക്കിലും ഫ്രണ്ടിലും മാത്രമാണ് ഇതുപോലത്തെ ഈ ടിക്കറ്റ് സ്കാൻ ചെയ്യാനുള്ള ഹോൾ ഉണ്ടാവുക. നടുക്ക് വശത്തെല്ലാം നമുക്ക് സ്കാനിങ് ആണ്. കാർഡാണുണ്ടെങ്കിൽ സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് അവൈലബിൾ. ഇനി ഞാൻ ഇതിലേ എങ്ങോട്ടാണ് പോകുകയെന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് താമസിച്ചിരുന്നപ്പോൾ നമുക്കറിയാവുന്നതാണ്, അവിടെ ഒരു സെക്കൻഡ് ഹാൻഡ് ഷോപ്പുണ്ട്. ഞാൻ മുമ്പ് ഈ സെക്കൻഡ് ഹാൻഡ് ഷോപ്പിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മന്ത് എൻഡ് ആകുമ്പോൾ നമുക്ക് €1 50 സെൻറ്റിനൊക്കെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ട്. സോ ഇപ്പം ഞാൻ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇത് ഓൾസോ നമ്മുടെ ഇവിടെ തന്നെ ഒരു ഏഷ്യൻ ഗ്രോസറി ഷോപ്പും കൂടി ഉണ്ട്. അപ്പോൾ അവിടെയും കൂടി കയറണം. ഈ 2 പ്ലാൻ വെച്ചിട്ടാണ് ഞാൻ ഈ ലൈനിലേക്ക് പോകുന്നത്. ഇപ്പോൾ പോകുന്നുണ്ടല്ലേ, ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായിട്ട് വന്നിട്ടുള്ള ട്രാം കേട്ടോ. നമ്മളിപ്പോൾ ഈ കാണുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലും ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പഴയ മോഡൽ ട്രാമുമാണ്. കണ്ടില്ലേ, ഇതാണ് ആദ്യത്തേക്ക് മോഡൽ ട്രാം. ഇതിൻ്റെ ഉൾവശം ഇങ്ങനെയാണ്, മറ്റേത് ലേറ്റസ്റ്റ് മോഡലും. ആൻഡ് ഈ കാണുന്ന ബിൽഡിംഗ് ആണ് നമ്മൾ കുറച്ച് നാൾ മുമ്പ് ന്യൂസിലൊക്കെ ഇവിടെ നിറഞ്ഞു നിന്നിരുന്നതാണ്. ഈ ബിൽഡിങ് തീ പിടിച്ചതാണ് കേട്ടോ. കംപ്ലീറ്റ് പൂർണ്ണമായിട്ടും കത്തി നശിച്ചിട്ട് ഇപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ ഓൺഗോയിങ് ആണ്. ഒരിടയ്ക്ക് മാത്രമല്ല, ഇപ്പോഴും സോഷ്യൽ മീഡിയാസിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിംഗ് ആണിത്.
ദേ ഇവിടെ ആയിട്ടാണ് നമ്മുടെ പഴയ കമ്പനി വരുന്നത് കേട്ടോ, നമ്മുടെ മേത്താമാത്തയുടെ കമ്പനി. സോ അവിടുന്ന് നെക്സ്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഇറങ്ങേണ്ട സ്റ്റോപ്പും. അപ്പോൾ നമ്മൾ നേരെ നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഷോപ്പിലേക്ക് പോവുകയാണ്. ഇനി സെക്കൻഡ് ഹാൻഡ് ഷോപ്പിലെ ഷോപ്പിങ്ങും അതുപോലെ നമ്മുടെ ഇന്ത്യൻ സ്റ്റോറിലെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. So thank you for watching guys. വീണ്ടും കാണാം. Bye.